ഹായ് ഓൾ, നമുക്ക് വരാൻ പോകുന്ന SBI PO ആൻഡ് SBI ക്ലർക്ക് അല്ലേ? ഇനി അതുകൂടാതെ നമുക്ക് RBI അസിസ്റ്റന്റ് എക്സാമും ഉണ്ട്. ഇതിനെല്ലാം റീസണിംഗ് സെക്ഷനിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ ഇരിക്കുന്ന രീതി അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. എങ്കിൽ ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും? നമ്മളൊരു ട്രയാങ്കിളിന് ചുറ്റും ഇരിക്കുകയാണ് അല്ലെ? നിങ്ങൾക്ക് കാണാം, നമ്മളൊരു ട്രയാങ്കിളിന് ചുറ്റും ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയൊക്കെ ഇരിക്കാം, ഏതൊക്കെ പൊസിഷൻസിൽ ഇരിക്കാം? നമ്മളിതേ നോക്കിക്കേ, ഈ ട്രയാങ്കിളിന് 3 കോർണേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 3 എഡ്ജും ഉണ്ട് അല്ലെ? ഇതിൽ നമ്മളുടെ എക്സാമിനർ എന്താണോ ക്വസ്റ്റ്യൻ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരിക. ഒന്നെങ്കിൽ 3 പേഴ്സൺസ് കോർണർ, അതേപോലെ തന്നെ 3 പേഴ്സൺസ് മിഡിൽ വരാം. അങ്ങനെ 6 പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് ചോദിക്കാം. അതിൽ തന്നെ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ വരും. എങ്ങനെയായിരിക്കും ക്ലാസിഫിക്കേഷൻ വരിക? ഒന്നെങ്കിൽ എല്ലാ പേഴ്സൺസും എന്ത് ചെയ്യാം, ഫേസിങ് ടുവേർഡ്സ് ദി സെന്റർ എന്ന് പറയാം. അതേപോലെ തന്നെ ഒന്നെങ്കിൽ എല്ലാ പേഴ്സൺസും എന്ത് ചെയ്യാം, ഫേസിങ് എവേ ഫ്രം ദി സെന്റർ എന്ന് പറയാം. ഒരേ ഡയറക്ഷൻ വരാം എല്ലാ പേഴ്സൺസിനും. ഇനി അതും അല്ലെങ്കിലോ മിക്സഡ് ഡയറക്ഷൻ പറയാൻ പറ്റും. ഇപ്പൊ മേ ബി നമുക്ക് പറയാം, കോർണറിലുള്ളവരെല്ലാം ഫേസിങ് ടുവേർഡ്സ് ദി സെന്റർ, അല്ലെങ്കിൽ മിഡിലുള്ളവരെല്ലാം ഫേസിങ് എവേ ഫ്രം ദി സെന്റർ. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോർണറിലും മിഡിലും പേഴ്സൺസ് ഇരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ മാത്രമായിരിക്കത്തില്ല നമ്മളോട് ക്വസ്റ്റ്യൻസ് വരിക. എഡ്ജിൽ മാത്രം പേഴ്സൺസ് വരാം, എഡ്ജിൽ മാത്രം 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് വരാം. ഇതേപോലെ തന്നെ എഡ്ജിൽ 6 പേരും, അതേപോലെ തന്നെ കോർണറിൽ 3 പേരും, അങ്ങനെ 9 പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് വരാം. എങ്ങനെ വേണമെങ്കിലും നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ഒരേ ടൈപ്പാണ്, അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. എങ്കിലും നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആദ്യം തനിയെ ഒന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 6 persons PQRST are sitting on a triangular table such that all of them are facing towards the center. അതായത് ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ടോട്ടൽ എത്ര പേഴ്സൺസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ 6 പേഴ്സൺസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അവരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആണ്. അവരെല്ലാവരും എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നത്? ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണ് എന്ന് പറയുന്നുണ്ട്. 2 persons sits on each side of the table. അവരെങ്ങനെയാ അറേഞ്ച്മെന്റ് പറഞ്ഞേക്കുന്നത്? എല്ലാ പേഴ്സൺസും എങ്ങനെയാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സൈഡിലാണ്. കോർണറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. 6 പേഴ്സൺസ് 2 പേര് വെച്ചിട്ട് ഓരോ സൈഡിലാണ്, ഓരോ എഡ്ജിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ് വേണ്ട ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 2 പേഴ്സൺ, ഇവിടെ 2 പേഴ്സൺ, അതേപോലെ തന്നെ ഇവിടെയും 2 പേഴ്സൺ. ഇവരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ എങ്ങോട്ടേക്കാന്നാ പറഞ്ഞേക്കുന്നത്? ഓൾ ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി ടേബിൾ. സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഡയറക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ സ്ട്രക്ചർ വരയ്ക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? നമ്മൾ ഓൾറെഡി റിബൺ മെത്തേഡ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അല്ലെ? നിങ്ങൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ റിബൺ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ റിബൺ മെത്തേഡ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നല്ല, സ്ക്വയർ ആയിക്കോട്ടെ, റെക്ടാങ്കിൾ ആയിക്കോട്ടെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് ആ ഒരു റിബൺ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 2 മെത്തേഡിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. നമുക്ക് ബാക്കി കണ്ടീഷൻസിലേക്ക് കടക്കാം. Only 2 persons sit between Q and U. ക്യൂയിനും യുയിനും ഇടയിൽ 2 പേര്. നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടീഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ക്യൂ 2 ഗ്യാപ്പില് ക്യൂവിന്റെ റൈറ്റിലേക്കാണോ യു, അല്ലെങ്കിൽ ക്യൂ 2 ഗ്യാപ്പിൽ ലെഫ്റ്റിലേക്കാണോ യു എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ആദ്യമേ പോസിബിലിറ്റിയിലേക്ക് പോകാതിരിക്കുക. തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഓരോ സെന്റൻസും ഒരു തവണ വായിക്കുക, വേഗത്തിലെ കണ്ടീഷൻസ് നോട്ട് ചെയ്യുക, മെർജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് മെർജ് ചെയ്ത് എഴുതുക. അങ്ങനെ വേണം നമ്മൾ പസിൽസ് സോൾവ് ചെയ്യാനായിട്ട്. അടുത്ത കണ്ടീഷൻ, only 2 persons sit between R and S. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആറിനും എസിനും ഇടയിൽ എത്ര ഗ്യാപ്പാണ്? 2 ഗ്യാപ്പ്. P sits second to the left of S. P എന്ന് പറയുന്നത് എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ്. ഞാൻ കണ്ടീഷൻ എഴുതിയ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ആദ്യം എഴുതിയ 2 കണ്ടീഷനകത്തിലും ഇതേപോലെ ആരോ ഒന്നും കൊടുത്തില്ല. കാര്യം എങ്ങനെ വേണേലും വരാം, ക്യൂവിന്റെ റൈറ്റിലേക്കും വരാം, ക്യൂവിന്റെ ലെഫ്റ്റിലേക്കും വരാം. പക്ഷെ ഇപ്പൊ പറഞ്ഞ കണ്ടീഷനകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പി എന്ന് പറയുന്നത് എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റ് ആണ്. സെക്കൻഡ് ടു ലെഫ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആരോ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, പി എന്ന് പറയുന്നത് എവിടാ വരിക? ഒന്നെങ്കിൽ നമുക്കൊരു എഡ്ജിൽ തന്നെ 2 പൊസിഷൻസ് ഉണ്ട്, അവിടെ എവിടെ വേണമെങ്കിലും വരാമല്ലോ. നമ്മൾ ആദ്യമേ ചാടിക്കേറി 2 എടുത്ത് കൊടുത്ത് 2 പോസിബിലിറ്റിയുടെ ആവശ്യമില്ല. താഴേക്ക് കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടാകും, അതില്ലെങ്കിൽ മാത്രം നമ്മൾ പോസിബിലിറ്റിയിലേക്ക് പോവാം. അടുത്ത കണ്ടീഷൻ,
Number of persons sit between R and S is same as the number of persons between T and P. Rനും എസിനും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും ആൾക്കാർ ടിക്കും പിക്കും ഇടയിലുണ്ട്. നമ്മൾ ഈ കണ്ടീഷൻസ് എഴുതുന്നത് നമുക്ക് മനസ്സിലായാൽ മതി. സെന്റൻസ് വൈസ് എഴുതാതെ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്ത് മാക്സിമം കണ്ടീഷൻസ് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ആറിനും എസിനും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പേഴ്സൺസ് എവിടെയുണ്ട്? ടിക്കും പിക്കും ഇടയിലുണ്ട്. അടുത്ത കണ്ടീഷൻ, ടി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് യു. ടി എന്ന് പറയുന്നത് യുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. ആൻഡ് ബോത്ത് സിറ്റ്സ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. അതായത് ഇതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കീ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ടി എന്ന് പറയുന്നത് യുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. പിന്നെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ്? ബോത്ത് സിറ്റ്സ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ബോത്ത് സിറ്റ്സ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ടിയും യുവും ഒരുമിച്ച് എന്ത് ചെയ്യണം? ഒരു സൈഡിൽ തന്നെ വരണം. അത് എവിടെ വേണേലും എടുക്കാം. ഇപ്പൊ ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും എല്ലാം ഒരേ എഫക്റ്റാ. എങ്കിലും നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടി എന്ന് പറയുന്നത് യുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞ കണ്ടീഷൻ ഞാൻ അങ്ങ് കട്ട് ചെയ്തു. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേതേണ്ട, ഇവിടെ കണ്ടോ ക്യൂ 2 ഗ്യാപ്പിൽ യു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഈ ടിയും യു എടുത്ത് കണ്ടീഷൻ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ക്യൂ 2 ഗ്യാപ്പിൽ യു എങ്ങോട്ടേക്ക് എടുക്കും? നിങ്ങൾ നോക്കിക്കേ, ഇതാണ് യു. 2 ഗ്യാപ്പിൽ ഞാൻ ക്യൂ ഇങ്ങോട്ട് എടുത്താലും 2 ഗ്യാപ്പ് റൈറ്റിലേക്ക് എടുത്താലും ക്യൂ ഇവിടെ തന്നെയല്ലേ വരിക? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ ആണ് ഇവിടെ അറേഞ്ച്മെന്റ് വന്നേക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ റിബൺ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എത്ര പേഴ്സൺസ് ആണോ ഉള്ളത് അതേ ഡിവൈഡഡ് ബൈ 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ ദാറ്റ് 2 പേഴ്സൺ കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനാണെങ്കിൽ യു 2 ഗ്യാപ്പിൽ ക്യൂ ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ ഇവര് തമ്മിൽ ഫേസ് ടു ഫേസ് ആണെന്ന് എനിക്ക് കാണുന്നില്ലല്ലോ. നിങ്ങൾ നോക്കിക്കേ, റൈറ്റിലേക്ക് 2 ഗ്യാപ്പിൽ ഞാൻ ക്യൂ എടുത്താലും ഇവിടാണ് വരിക, ലെഫ്റ്റിലേക്ക് 2 ഗ്യാപ്പിൽ ക്യൂ എടുത്താലും ഞാൻ ഇവിടെയാ വരിക. അപ്പൊ നിങ്ങൾ ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ചിന്തിക്കേണ്ട. 6 പേഴ്സൺസ് ഉള്ള അറേഞ്ച്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ അല്ലെങ്കിൽ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ 2 പേരുണ്ടാകും. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പക്ഷെ ഈ ബേസിസിൽ വരുമ്പോൾ നിങ്ങൾ ഇത് ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് അല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതൊരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്. ഇവിടെ ക്യൂ 2 ഗ്യാപ്പിൽ യു എന്ന് പറയാതെ ചിലപ്പോൾ അവർ കണ്ടീഷൻസ് ഇങ്ങനെ പറയാമായിരുന്നു, ക്യൂ ഫേസസ് യു അല്ലെങ്കിൽ ക്യൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു യു എന്ന് അവർക്ക് വേണമെങ്കിൽ കണ്ടീഷൻസ് പറയാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 2 ഗ്യാപ്പിൽ എസ്, അതുപോലെ തന്നെ എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി വരണം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഈ 2 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും അവർക്കിടയിൽ 2 ഗ്യാപ്പ് തന്നെ വരും. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ എടുത്ത് നോക്കിയാലോ? എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി വരിക എന്ന് പറഞ്ഞാൽ എസിനും പിക്കും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. എങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നത് ഇവിടെയാണല്ലോ. അതായത് ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലും ക്യൂവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലും. വേറെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇവിടെ യു ആയി. അതെനിക്ക് കൊടുക്കാൻ പറ്റുന്ന 2 പൊസിഷൻസ് ഇവിടെയാണ്. എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ആര് വരണം? പി വരണം. എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി ഞാൻ ഇവിടെ കൊടുത്തു. ഇത് ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണ്. ദാറ്റ് മീൻസ് എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി ഇവിടെ വരും, ഇങ്ങോട്ടേക്ക് റൈറ്റ് ആണ്. അതിന് തന്നെ തൊട്ട് മുന്നേ നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട്, 6 2 ഗ്യാപ്പിൽ എസ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എസ് കിട്ടി. 2 ഗ്യാപ്പിൽ ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കിയാലും 6 ഇവിടെയാ വരിക, 2 ഗ്യാപ്പിൽ ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കിയാലും 6 ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ തന്നെ അതേണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഓക്കെ, നമുക്കിപ്പോ എല്ലാ പേഴ്സൺസിന്റെയും അറേഞ്ച്മെന്റ് ഇവിടെ കിട്ടി. നമുക്ക് ഒരു കണ്ടീഷനൂടെ മിച്ചം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നോക്കിക്കേ, 6നും എസിനും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും ആൾക്കാർ ടിക്കും പിക്കും ഇടയിലുണ്ട് എന്നാ പറഞ്ഞത് അല്ലെ? ഇവിടെ നോക്കിക്കേ, 6നും എസിനും ഇടയിൽ ഓൾറെഡി നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 2 അവർക്കിടയിലുള്ള പേഴ്സൺ. ഇവിടെ നോക്കിക്കേ, 6നും എസിനും ഇടയിൽ ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും 2 പേഴ്സൺ. അതേപോലെ തന്നെ ടിക്കും പിക്കും ഇടയിൽ 2 പേഴ്സൺസ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ടി 2 ഗ്യാപ്പിൽ ഇവിടെ നോക്കിയാലും പി ആണ്, ടി 2 ഗ്യാപ്പിൽ ഇവിടെ നോക്കിയാലും പി ആണ്. ദാറ്റ് മീൻസ് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് ഒറ്റ പോസിബിലിറ്റിയിൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടി. ഇപ്പൊ നമ്മൾ ഇത് സ്ട്രക്ചർ വരച്ചാ ചെയ്തത്. ഇത് തന്നെ നമുക്ക് റിബൺ മെത്തേഡിൽ ചെയ്യാം. എന്താണ് റിബൺ മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ട് അല്ലെ? ഈ സ്ട്രക്ചർ വരയ്ക്കാതെ ഇതിനെ നമ്മൾ ലീനിയർ ആക്കി ചെയ്യാണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളങ്ങ് നിവർത്തുകയാണ്.
ആ നിവർത്തി നമുക്ക് ട്രയാങ്കിൾ ഒന്ന് വരച്ച് സമയം കളയാതെ ലീനിയർ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റിബൺ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ സ്ട്രക്ചറിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് റിബൺ മെത്തേഡിൽ ചെയ്തിട്ട് ഇത് രണ്ടും കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? യുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ടി, ഇവർ രണ്ടുപേരും സെയിം സൈഡാണ്. നമുക്ക് റിബൺ മെത്തേഡ് ചെയ്യുമ്പോഴും അതേ കണ്ടീഷൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ടി എന്ന് പറയുന്നത് യുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ്. ഇവിടെ നമ്മൾ ആരോ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ എങ്ങനെ എടുക്കും? ഇവിടെ ഇപ്പൊ എല്ലാവരും ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ ആണല്ലോ. റിബൺ മെത്തേഡിലേക്ക് വരുമ്പോൾ ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ ആണെങ്കിൽ എല്ലാ പേഴ്സൺസും എന്തായിട്ട് അസ്യൂം ചെയ്യാം? നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. എങ്കിൽ ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ ആണെങ്കിലോ ഫേസിംഗ് സൗത്ത് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ എല്ലാ പേഴ്സൺസും ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ ആണ്. സോ എന്തായിട്ട് അസ്യൂം ചെയ്യുക? എല്ലാ പേഴ്സൺസും നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മളുടെ കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യൂയിനും യുയിനും ഇടയിലെ 2 ഗ്യാപ്പ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ എത്ര പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ 6 പേഴ്സൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എടുത്തപ്പോൾ നമുക്കിവിടെ 2 പേഴ്സൺസ് ആയി. ഇനി ബാക്കി 4 പേരും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യാം. 2 പേരെ ഈ സൈഡിലേക്കും 2 പേരെ ഈ സൈഡിലേക്കും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമാണോ? എങ്ങനെ വേണേലും കൊടുക്കാം. നിങ്ങൾക്ക് 4 പേരെ ഇപ്പുറത്തോട്ട് കൊടുക്കണോ? അങ്ങനെ കൊടുക്കാം. 4 പേരെ അപ്പുറത്തേക്ക് കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇവര് 2 പേരും എന്താണ്? നെയ്ബേഴ്സ് ആണ്. സാധാരണ ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഇവിടെ ഉള്ള ആളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ ഒരു റിബൺ മെത്തേഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം, ഈ അറ്റത്തിരിക്കുന്ന ആളും നെയ്ബേഴ്സ് ആണ് എന്ന്. എങ്കിലും നമ്മളോട് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ക്യൂ 2 ഗ്യാപ്പിൽ ക്യൂ. ഇപ്പൊ ഈ 2 ഗ്യാപ്പ് കഴിഞ്ഞാൽ ഇവിടെ ആളില്ല എന്ന് ചിന്തിക്കരുത്. ഈ 2 ഗ്യാപ്പ് കഴിഞ്ഞാൽ ക്യൂ എനിക്ക് ഇവിടെ കൊടുക്കാം. നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിയാലും 2 ഗ്യാപ്പിൽ ക്യൂ ഇവിടെ തന്നെ വരും. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി ഉണ്ട്. ആൻഡ് ഓൾസോ ആറിനും എസിനും ഇടയിൽ എത്ര ഗ്യാപ്പാണ്? 2 ഗ്യാപ്പ്. അപ്പൊ എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി വരണം. എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ പി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ്, അതായത് ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 എസിനും ആറിനും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2. അത് ലെഫ്റ്റിലേക്ക് നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും ആ 2 ഗ്യാപ്പ് വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനല്ല. എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റ് തന്നെ പി കൊടുക്കണം. ഇവിടെ എനിക്ക് ഒരു ഗ്യാപ്പ് വരിക വേണ്ട ഈ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാകാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഈ പേഴ്സണെ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. ഈ പേഴ്സണെ ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഒരൊറ്റ ഗ്യാപ്പ് വരുന്നത് ഈ ഒരു പൊസിഷനിൽ മാത്രമാണ്. എസിന്റെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ആര് വരണം? പി വരണം. സോ എസ് ഈസ് ഹിയർ ആൻഡ് പി ഈസ് ഹിയർ. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. 2 ഗ്യാപ്പിൽ എസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ എസ് ആണ്. 2 ഗ്യാപ്പിൽ 6 എനിക്ക് ഇങ്ങോട്ടേക്കും കൊടുക്കാം. 2 ഗ്യാപ്പിൽ ഇവിടെ വന്നാലും അത് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. വേണ്ട ക്വസ്റ്റ്യൻ സോൾവ് ആയി. പക്ഷെ ഒരു കണ്ടീഷൻ നമുക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതില്ലാതെ തന്നെ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്താലോ? 6നും എസിനും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ അത്രയും പേഴ്സൺസ് ടിക്കും പിക്കും ഇടയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഓൾറെഡി മനസ്സിലായി 6നും എസിനും ഇടയിൽ ഇവിടെ എത്ര പേരാണ്? 2 പേര്. എങ്കില് പിക്കും ടിക്കും ഇടയിലും എത്ര പേരുണ്ടായിരിക്കണം? 2 പേര്. അത് നിങ്ങൾ ലെഫ്റ്റിലേക്ക് നോക്കിയാലും വേണ്ട റൈറ്റിലേക്ക് നോക്കിയാലും സെയിം ആണ്. ഇതാണ് റിബൺ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിത് രണ്ടും കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയാലോ? നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ നോക്കിക്കേ. നമ്മൾ സ്ട്രക്ചറിൽ നിന്ന് ഓരോ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനൊന്ന് ചോദിക്കാം. ടിയുടെ തേർഡ് ടു റൈറ്റിൽ ആരാണ്? ഇവിടെ നോക്കിക്കേ, ടിയുടെ തേർഡ് ടു റൈറ്റിൽ ആരാ? ഇവിടെ ടി ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ ആണ്. ഫസ്റ്റ് റൈറ്റിൽ യു, സെക്കൻഡ് റൈറ്റിൽ 6, തേർഡ് റൈറ്റിൽ പി ആണ്. എങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് നോക്കിയാലോ, ഇവിടെ ടിയുടെ തേർഡ് ടു റൈറ്റിൽ ആരാണെന്ന്? ഇവിടെ ഓൾ പേഴ്സൺസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞ എല്ലാവരുടെയും ഡയറക്ഷൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് സമയം കളയേണ്ട കാര്യമുണ്ടോ? കാരണം എല്ലാവരുടെയും ഡയറക്ഷൻ സെയിമാ. സോ അങ്ങനെ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ടിയുടെ ഫസ്റ്റ് റൈറ്റ് യു ആണ്, സെക്കൻഡ് റൈറ്റ് 6 ആണ്. ഇപ്പുറത്ത് ആളില്ല എന്ന് ചിന്തിക്കരുത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് റൈറ്റ്. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരാണ്? ഇത് പി ഫേസസ് ടുവേർഡ്സ് സെന്റർ ആണ്. ഇവിടെ പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ക്യൂ, ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാണ്? 6 ആണ്. എങ്കിൽ ഇവിടെ നോക്കിക്കേ, പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ക്യൂ അല്ലേ? പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആളില്ല എന്ന് പറയരുത്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആര് തന്നെയാണ്? 6 തന്നെയാണ്. നിങ്ങൾ ഏത് വേണമെങ്കിലും നോക്കിക്കോ, ഇതേ സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് നമുക്ക് റിബൺ മെത്തേഡിൽ കിട്ടുക. പക്ഷേ അത് സ്ട്രക്ചർ ഇല്ലാതെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞു 6 പേഴ്സൺസ് ഉള്ളതിലാണെങ്കിൽ 2 പേര് തമ്മിൽ ഫേസ് ടു ഫേസ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ 2 പേരായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവർ നമ്മളോട് സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നത് പോലെയാണ് അറേഞ്ച്മെന്റ് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ 6 പേഴ്സൺസ് ഉണ്ട്. ഇവിടെ ഇവര് തമ്മിൽ ഫേസ് ടു ഫേസ് ആണ്, ഇവര് തമ്മിലും ഫേസ് ടു ഫേസ് ആണ്.
സ്ട്രക്ചർ ഇങ്ങനെ തന്നെ എന്ന് നമുക്ക് ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പ്രിലിംസിന് അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്, കൂടുതലും മെയിൻസിനായിരിക്കും ചോദിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ റിബൺ മെത്തേഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. കാരണം ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് ആണെന്ന് പറയുമ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 പേരല്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ തരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ റിബൺ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആകരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ട്രക്ചറിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ.